അവസാനിച്ചിട്ടില്ല എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതല്ല പറയാനുള്ള വെയിറ്റ്. ഇവിടെ ഒരാൾ ഈസ്റ്ററിന് പള്ളിയിൽ പോണതിന് മുന്നേ ഫേസ് പാക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മിണ്ടാതിരിക്കുകയാണേ. അപ്പോൾ അതിനിടയിൽ അടുക്കളയിൽ പോയി ഒരു അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കി കേട്ടോ, പള്ളിയിൽ പോണതിന് മുന്നായിട്ട്. ഇവിടെ ഒരാൾ പള്ളിയിൽ പോണതിന് മുന്നായിട്ട് പുതിയതായിട്ട് വാങ്ങിച്ച എല്ലാ ഡ്രസ്സും റെഡിയാക്കി വെക്കുകയാണേ, പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വേഗം എടുത്തിടാനായിട്ട്. അല്ല ഇന്നുണ്ടെന്നാണ് ഇപ്പം ഇവിടെ നടക്കണ ചർച്ച. ഞങ്ങൾ കുർബാനയ്ക്ക് ചെന്നപ്പോൾ അവിടെ കുർബാന ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുർബാന കാണാൻ പറ്റാതെ തിരിച്ച് വിഷമിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ, കാത്തോലിക് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നോക്കായിരുന്നു ടൈമിങ്ങിൻ്റെ കാര്യമൊക്കെ. സാധാരണഗതിയിൽ എല്ലാ മൂന്നാമത്തെ ശനിയാഴ്ചയും കുർബാന ഉണ്ടാവാറുണ്ട്. അത് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ കുർബാനയ്ക്ക് പോയത്. ഇപ്പോൾ കുർബാന കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് വൈകുന്നേരം പാതിര കുർബാനയുണ്ട് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ചർച്ചിൽ. അപ്പോൾ അവിടെ പോകാമെന്നുള്ള പ്രതീക്ഷയിലൂടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ സിറ്റിയിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്നുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ പിള്ളേർക്ക് ഇതൊരു സന്തോഷമാണ്. അവർക്ക് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ നല്ല ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ ഉച്ച നേരത്ത് നമുക്ക് വെയിലൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കും വലിയ കാര്യമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് രാത്രി 10:30 ആയപ്പോഴത്തേക്കും എല്ലാവരും ദേ പാതിര കുർബാനയ്ക്ക് പോകാനുള്ള റെഡിയായി. പിള്ളേരൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ദേ ഹാപ്പിയാണ്. ഏതന്നെ എവിടെ പോണേന്ന്? പള്ളിയിൽ പോണോ? പിന്നെ ഓടിപ്പോണ ഏതറേ ഞങ്ങൾ പള്ളിയിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഒരു സ്പേസാണ്. അവിടെ കുറച്ച് പേരൊക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ അവിടെ തിരിയൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഇവിടുത്തെ കുർബാനയുടെ ഇടയ്ക്ക് തിരി കത്തിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കുർബാന കഴിഞ്ഞിട്ടുള്ള സ്നാക്സും പരിപാടിയും ചായയൊക്കെ അതേ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുർബാനയ്ക്ക് മുന്നായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പള്ളിയകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർക്ക് അതേ കുഞ്ഞുങ്ങളിൽ ഒരാൾ ഉറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഏറ്റവും പുറകുവശത്താണ് ഇരിക്കാറ്. കുട്ടികൾ തീരെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒക്കെ സമ്മതിക്കാറില്ല, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ പള്ളിയുടെ പുറകിലിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മൂത്ത മോള് ദേ അവിടെ ബുക്ക് എടുത്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും. ഇപ്പോൾ കുർബാന ദേ ഏകദേശം ഇവിടെ തുടങ്ങി. പിള്ളേർ തിരിയൊക്കെ കിട്ടിയപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം ഇങ്ങനൊരു തിരി കത്തിച്ച് കിട്ടാൻ കിട്ടുന്ന അവസരം അവർ പാഴാക്കിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു തിരി കത്തിക്കുന്നത് മെയിനായിട്ടും നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നതിന് മുന്നായിട്ട് കർത്താവിനെ സ്വീകരിക്കാനായിട്ടാണ് എല്ലാവരും ഈ ഒരു തിരി കത്തിച്ച് പിടിക്കുന്നത്. ഇത് അൾത്താരയിൽ നിന്ന് അച്ഛനാണ് ഈ ഒരു തിരിയുടെ തുടക്കം എല്ലാവർക്കും കൊടുക്കുന്നത്. അതിനുശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ തിരി കത്തിച്ച് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു തിരി പള്ളിയുടെ 2 വശങ്ങളിലും വെച്ചിരിക്കുന്ന സ്റ്റാൻഡുകളിൽ പോയി എല്ലാവരും ഈ ഒരു തിരി തിരിച്ചു വെക്കുന്നു. കുർബാനയ്ക്ക് ശേഷം പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കലായി. പിന്നെ എല്ലാവരും പോയതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ്. അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ഫിൻലൻഡിലെ ഈസ്റ്റർ കുർബാന കാണുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇവിടുത്തെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മയുടെ ഫോട്ടോ എടുത്തു. അതിനുശേഷം മോളുടെ ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെയുള്ള സ്നാക്സ് കഴിക്കാനുള്ള പരിപാടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു ക്യൂ ഉണ്ട്. എന്നാൽ പള്ളിയിൽ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നാളെ രാവിലെ 10 മണിക്ക് കുർബാന ഉള്ളതുകൊണ്ട് അധികം ആൾക്കാരൊന്നും കുർബാനയ്ക്ക് ഉണ്ടായില്ല. ഇവിടെ ഒരു കോഫി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നാക്സ് അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികളാണ്. അതുപോലെ തന്നെ കോഴിമുട്ടയുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് മുട്ടയാണ് കേട്ടോ കോഴിമുട്ട എന്ന് ഉദ്ദേശിച്ചത്. പിള്ളേർക്ക് അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അവർക്കും പിള്ളേരായിട്ട് ഇവർ മാത്രമേ പള്ളിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ ഉദ്ദേശിച്ചിട്ടാണ് കൂടുതലും ചോക്ലേറ്റ് മുട്ടകൾ വെക്കുന്നത്. അങ്ങനെ ചോക്ലേറ്റ് മുട്ട കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അതുപോലെ അവർക്ക് ഒരുപാട് മുട്ട അവിടെ നിന്ന് എടുത്തു. അതുകൂടാണ്ട് കുർബാന കഴിഞ്ഞ് പോണ സമയം കഴിഞ്ഞ് ബാക്കി വന്ന മുട്ടയും അവിടുത്തെ പള്ളിയിലച്ഛൻ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ഭയങ്കര ഹാപ്പിയാണ്. മുട്ടയുടെ കിട്ടണത് എന്തത് മുട്ടക്കൂട ദൈവം. അങ്ങനെ കുർബാന കഴിഞ്ഞതേ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. കൂടെ 2 മലയാളി കുട്ടികളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരിവിടെ നമ്മുടെ ഫിൻലൻഡിൽ പഠിക്കാൻ വേണ്ടി വന്നവരാണ്. അങ്ങനെ ഞങ്ങളിവിടെ പരിചയപ്പെട്ടതാണ് ഇവരാട്ടോ.
അവിടെ ക്യൂ കണ്ടോട്ടെ 4 മണി വരെയാണ് വെളുപ്പിന് ക്യൂ. ഇപ്പൊ വെള്ളിയാഴ്ച ദിവസം ഇവിടെ സിറ്റിയിൽ വലിയ ആളും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ എല്ലാ വെള്ളിയാഴ്ചയും നല്ല ബിസി ആയിരിക്കും, വൈകുന്നേരങ്ങളിലും പകലും എല്ലാം തന്നെ. തിരക്കുണ്ടായില്ലെങ്കിലും ശനിയാഴ്ച നല്ല തിരക്കാണ്. ഇവിടെ എല്ലാ പബ്ബുകളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഈ വൈകുന്നേരങ്ങളിൽ തുറന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വീക്കെൻഡ്സിലൊക്കെ വെളുപ്പിന് 4 മണി വരെ ആളുകൾ ഉണ്ടാവും സിറ്റിയിൽ. ഇതാണ് കേട്ടോ ഇവിടുത്തെ സിറ്റിയിലെ ഒരു രാത്രിയിലത്തെ കാഴ്ച. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലെ വ്ലോഗ് ഇവിടെ അവസാനിക്കും. തണുത്ത് ചാവാണ് ഗായ്സ്. അവസാനിച്ചിട്ടില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹാപ്പി ഈസ്റ്റർ, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അതല്ല പറയാനുള്ളത്. വെയിറ്റ്, അല്ല അതെ എന്നാ പപ്പയ്ക്ക് എന്നടി കുഞ്ഞു വയസ്സില്ലേ? 50 വയസ്സല്ലേ? ഞങ്ങൾ ഈസ്റ്ററിന് നോയമ്പ് വിടുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് 50 നോയമ്പും കുറച്ച് പേര് 25 നോയമ്പൊക്കെ എടുത്തവരുണ്ട്. അപ്പോൾ ഇത് ഞാൻ പോകുന്നതിന് മുൻപായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഇത് കഴിച്ചത്. അപ്പോൾ ഞാനിത് താഴേക്ക് എടുത്തിട്ട് വന്നു വീടിൻ്റെ. അപ്പോൾ ഞങ്ങൾ താഴെ വീട്ടിലെ ഫ്രണ്ടിലുള്ള കോറിഡോറിൽ നിന്നാണ് കേട്ടോ ഞങ്ങളിത് നോയമ്പ് വിടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. നാട്ടുകാരെ നാളെ ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും.